പെഹൽഗാം അറ്റാക്ക് ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് മുതൽ ഇന്ത്യൻ എക്സ്പ്രസ് അതുപോലെ rediff.com, ദി ഹിന്ദു ഈ 3 മാധ്യമങ്ങൾ ഈ പെഹൽഗാം അറ്റാക്കിനെ കുറിച്ചുള്ള ഇൻ്റലിജൻസ് വിവരങ്ങൾ അധികൃതർക്ക് ലഭിച്ചിരുന്നുവെന്നും, അതായത് ഒരു ആക്രമണ സാധ്യത ഏപ്രിൽ മാസത്തിൽ ഒരു ആക്രമണ സാധ്യത ശ്രീനഗറിലും പരിസര പ്രദേശങ്ങളും ഉണ്ടാകും എന്ന വിവരം ലഭിച്ചിരുന്നുവെന്നും അക്കാരണത്താലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിപാടി ക്യാൻസൽ ചെയ്തെന്നുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അത് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഉദ്ധരിച്ച് തന്നെയാണ്, അവിടുത്തെ അധികൃതർ ഉദ്ധരിച്ചാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ലഭിച്ചിരുന്നു എന്ന്. അങ്ങനെ ആ വാർത്ത ഇപ്പോൾ ആ വാർത്ത നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താൽ ആ വാർത്ത കിട്ടില്ല. വാർത്ത കിട്ടും ചിലപ്പോൾ, ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആ കണ്ടൻറ് ഉണ്ടാവില്ല. മുമ്പ് വാർത്ത ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ കണ്ടൻറ് ലഭിക്കില്ല. എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള മാധ്യമ സ്ഥാപനങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ ലഭിച്ചിരുന്നോ? ഒരു ഇൻ്റലിജൻസ് വിവരം ലഭിച്ചിരുന്നോ? അത് അവഗണിക്കപ്പെട്ടോ? ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പരിപാടിക്ക് അങ്ങനെ ഇൻ്റലിജൻസ് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പരിപാടി റദ്ദാക്കണം, അതിന് സുരക്ഷ ഏർപ്പെടുത്തണം. പക്ഷേ പ്രധാനമന്ത്രിയുടെ ജീവനെ പോലെ തന്നെ സുരക്ഷിതമായിരിക്കണം കശ്മീരിലെ ജനങ്ങളുടെയും അവിടെ എത്തുന്ന ടൂറിസ്റ്റുകളുടെയും. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇൻ്റലിജൻസ് വിവരം ഉപയോഗിക്കപ്പെട്ടോ? അവിടെ എന്തെങ്കിലും ഇൻ്റലിജൻസ് വീഴ്ചയുണ്ടായോ? അല്ലെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച വന്നോ? ഈ സംഭവം നടന്ന ബൈസരൻ വാലിക്ക് തൊട്ടടുത്ത് 3 സൈനിക കേന്ദ്രങ്ങളുണ്ട്, സൈനിക ബേസ് ക്യാമ്പുകളുണ്ട്. ആ ക്യാമ്പുകളിൽ സുരക്ഷാ സൈന്യം ഉണ്ടായിരുന്നോ? ഈ പറയുന്ന അമർനാഥ് റോഡാണ്, ആ യാത്ര പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ബൈസരൻ വാലി. കനത്ത സെക്യൂരിറ്റി സംവിധാനമുള്ള ഒരു റോഡാണത്. ആ റോഡിൽ എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയുണ്ടായോ? ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്നെത്തി? ഈ ചോദ്യം നമ്മൾ ചോദിക്കുന്നതല്ല. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ബോംബെ ടെറർ അറ്റാക്കിനെ കുറിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണത്. ഈ ഭീകരന്മാർ എങ്ങനെ അതിർത്തി കടന്നെത്തി? നിങ്ങളുടെ കയ്യിലായിരുന്നില്ലേ അധികാരം? നിങ്ങളല്ലേ അതിർത്തി കാക്കേണ്ടവർ? എങ്ങനെയാണ് ഭീകരന്മാർ അതിർത്തി കടന്നെത്തിയതെന്ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് രാജ്യത്തെ പൗരന്മാർ ചോദിക്കേണ്ട ചോദ്യം.